ഒരു ദൃശ്യം കാണാം. ദില്ലിയിലാണ്, കേരള ഹൗസിൻ്റെ മുന്നിലെ ദൃശ്യമാണ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ കേരള ഹൗസിലേക്ക് എത്തുന്നതും ഇറങ്ങി പോകുന്നതുമായ ദൃശ്യങ്ങൾ. മാധ്യമപ്രവർത്തകർ പ്രതികരണത്തിന് വേണ്ടി പിറകെ ഓടുന്നു. മാധ്യമപ്രവർത്തകരെ കണ്ട ഉടനെ ഓടി രക്ഷപ്പെടുന്ന വി ഡി സതീശനെയാണ് നാം കണ്ടത്. കാണാം ആ ദൃശ്യങ്ങൾ. മുഖ്യമന്ത്രിയെ ഇഡി റെയ്ഡ് നടത്തുകയാണ്, എന്തെങ്കിലും പ്രതികരണം ഉണ്ടോ? മുഖ്യമന്ത്രിയുടെ പങ്കുണ്ടെന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിയെ ഇഡി റെയ്ഡ് നടത്തുകയാണ്, എന്തെങ്കിലും പ്രതികരണം ഉണ്ടോ? മുഖ്യമന്ത്രിയുടെ പങ്കുണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങനെ ആയിരുന്നില്ല വി ഡി സതീശൻ. മാധ്യമങ്ങളെ കണ്ടാൽ നിന്ന് ഏറെ നേരം സംസാരിക്കുന്ന വി ഡി സതീശനെ കണ്ടു പരിചയപ്പെട്ടവരാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ, ദില്ലിയിലെ മാധ്യമപ്രവർത്തകർ. എത്ര മണിക്കൂർ വേണമെങ്കിലും മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ തയ്യാറായി നിൽക്കുന്ന വി ഡി സതീശൻ അത് വലിയ കാര്യമായി അദ്ദേഹം ആവർത്തിച്ച് പറയാറുമുണ്ട്. മുഖ്യമന്ത്രിയെ കാണുന്നില്ലേ, അദ്ദേഹം നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയുന്നുണ്ടോ, ഓടി ഒളിക്കുകയല്ലേ ചെയ്യുന്നത്, എഴുതിക്കൊണ്ടുവന്ന കാര്യങ്ങൾ വിശദീകരിക്കുകയല്ലേ ചെയ്യുന്നത്, ചോദ്യം ചോദിക്കാൻ ആദ്യം മുതലേ ആളെ ചട്ടം കെട്ടിയിട്ടല്ലേ വാർത്താ സമ്മേളനം നടത്തുന്നത് തുടങ്ങിയ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ച വ്യക്തി കൂടിയാണ് വി ഡി സതീശൻ. അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകരോട് ചോദിക്കും, നിങ്ങളുടെ ഏതെങ്കിലും ചോദ്യത്തിന് മറുപടി പറയാതെ ഞാൻ പോയിട്ടുണ്ടോ, എത്ര സമയം വേണമെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇരുന്ന് തരാറില്ലേ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കും മാധ്യമപ്രവർത്തകരോട് നേരത്തെയുള്ള വി ഡി സതീശൻ. എന്നാൽ മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ അതിൽ നിന്നെല്ലാം വ്യത്യസ്തനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇന്ന് ദില്ലിയിൽ നാം കണ്ടത്. കേരള മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? ചെറിയ സംഭവമല്ല. മുൻ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഇഡി റെയ്ഡ് നടത്തിയത്. ശരിയാണോ തെറ്റാണോ എന്തെങ്കിലും ഒന്ന് പറയാമല്ലോ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ, ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കളിൽ, പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരിൽ ഒരാളല്ലേ, അദ്ദേഹം പ്രതികരിക്കേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് പ്രതികരിക്കാതിരുന്നത്? അരവിന്ദ് കെജ്രിവാൾ, ആം ആദ്മി പാർട്ടി നേതാവ്, ദില്ലി മുൻ മുഖ്യമന്ത്രി, സ്റ്റാലിൻ, തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി പ്രതികരിച്ചു, പ്രതിഷേധിച്ചു. TMC നേതാവ് മെഹുമ മൊയ്ത്ര, തേജസ്വി യാദവ് തുടങ്ങിയവർ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. ദേശീയ തലത്തിൽ തന്നെ വലിയ വാർത്തയായി മാറിയിട്ടുണ്ട് മുൻ മുഖ്യമന്ത്രി കൂടിയായ പിണറായി വിജയന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡ്. പക്ഷേ റെയ്ഡ് നടത്തി ഒന്നും കിട്ടിയില്ല. അവിടെയാണ് പ്രശ്നം. എന്തിന് റെയ്ഡ് നടത്തി എന്ന ചോദ്യം ഉയർന്നു വരുന്നു ദേശീയ തലത്തിൽ. അപ്പോഴാണ് നമ്മുടെ മുഖ്യമന്ത്രി ഓടി ഒളിക്കുന്നത് എന്നോർക്കണം. സ്റ്റാലിന്റെ പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ ലക്ഷ്യമിട്ട് നടക്കുന്ന ഇഡി റെയ്ഡിനെ ശക്തമായി അപലപിക്കുന്നു. പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കേന്ദ്ര ഏജൻസികളെ ആയുധമാക്കുന്ന ഇത്തരം നീക്കങ്ങൾ അതീവ ഗൗരവമുള്ളതാണ്. ഒപ്പം തന്നെ പിണറായി വിജയനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചില കോൺഗ്രസ് നേതാക്കളുടെ കഴമ്പില്ലായ്മയും എടുത്തുചാട്ടവും കൂടി തുറന്നു കാണിക്കുന്നുണ്ട് ഈ നീക്കം. ഇങ്ങനെയാണ് സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ കോൺഗ്രസിനെതിരെയും വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നു MK സ്റ്റാലിൻ എന്നർത്ഥം. അപ്പോഴും നമ്മുടെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി, കോൺഗ്രസ് നേതാക്കൾ എന്തിനേറെ പറയുന്നു, രാഹുൽ ഗാന്ധി, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പോലും ഒരക്ഷരം മിണ്ടാതെ മാറി നിൽക്കുന്നു. ഈ റെയ്ഡിനെതിരെ പ്രതിഷേധിക്കാത്ത രണ്ട് രാഷ്ട്രീയ പാർട്ടികളേ ഉള്ളൂ. അത് ഒന്ന് BJP, മറ്റൊന്ന് കോൺഗ്രസ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നതിൻ്റെ ഉത്തരം പ്രേക്ഷകരോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകും.